മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രീ ഇവന്റുകളിൽ ഏറെ ആകർഷകമായ ചൂണ്ടയിടൽ മത്സരം തിലാപ്പിയ സീസൺ 3 തിരുവമ്പാടി ഗ്രാമത്തിന്റെ ഉത്സവമായി മാറി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സീനിയർ ചേംബർ തിരുവമ്പാടി സ്നേഹ ലീജിയന്റെ നേതൃത്വത്തിൽ ലേക്ക് വ്യൂ ഫാം സ്റ്റേയിൽ സംഘടിപ്പിച്ച മത്സരം MLA CK കാസിം ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, കോണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ, കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് G. അബ്ദുൽ അക്ബർ, ഓമശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സൗദ ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ PK, കൂടരഞ്ഞി വൈസ് പ്രസിഡന്റ് ജോർജുകുട്ടി കക്കാടംപൊയിൽ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ, അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി CEO ബിനു കുര്യാക്കോസ്, മലബാർ റിവർ ഫെസ്റ്റിവൽ പ്രീ ഇവന്റ് കമ്മിറ്റി കൺവീനർ ബോസ് ജേക്കബ്, ജോയിന്റ് കൺവീനർ അജു എമ്മാനുവൽ, തിരുവമ്പാടി പഞ്ചായത്ത് പ്രീ ഇവന്റ് കമ്മിറ്റി കൺവീനർ ജോസ് മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ദീപ, ഷൈജോ, ഷഹന SP, സീനിയർ ചേംബർ തിരുവമ്പാടി സ്നേഹ ലീജിയൻ ആക്ടിംഗ് പ്രസിഡന്റ് ജോസ് തുറക്കൽ, സീനിയർ ചേംബർ ദേശീയ വൈസ് പ്രസിഡന്റ് ലാലു CK, തിരുവമ്പാടി റീജിയൻ സെക്രട്ടറി ജോളി ആനക്കല്ലുങ്കൽ, സീനിയർ ചേംബർ ഭാരവാഹി PA മത്തായി, മലബാർ റിവർ ഫെസ്റ്റിവൽ ഭാരവാഹികളായ പോൾസൺ അറക്കൽ, ഷെല്ലി കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. MLA ചൂണ്ടയിട്ട് മത്സരം ഉദ്ഘാടനം ചെയ്യവേ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ MLAയുടെ ചൂണ്ടയിൽ മീൻ കുരുങ്ങിയത് ജനങ്ങളിൽ ആശ്ചര്യവും ആവേശവുമായി. 10 വയസ്സുകാരൻ മുതൽ 85 വയസ്സുള്ള വനിത വരെ 50ഓളം മത്സരാർത്ഥികളാണ് തിലാപ്പിയ സീസൺ 3ന്റെ ഭാഗമായത്. 1 മണിക്കൂർ മത്സര സമയത്തിനുള്ളിൽ 4.5 കിലോയുടെ മത്സ്യം പിടിച്ച PC ഷിജിൻ 3000 രൂപയും 3 കിലോ മത്സ്യവും അടങ്ങുന്ന 1ാം സമ്മാനത്തിന് അർഹനായി. കൂടത്തായി സ്വദേശി മിഥുൻ 2ാം സമ്മാനത്തിനും കൂടരഞ്ഞി സ്വദേശി അബ്ദുൽ ലത്തീഫ് 3ാം സമ്മാനത്തിനും അർഹരായി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗവും മലബാർ റിവർ ഫെസ്റ്റിവൽ പ്രീ ഇവന്റ് കമ്മിറ്റി കൺവീനറുമായ ബോസ് ജേക്കബ്, ജോയിന്റ് കൺവീനർ അജു ഇമ്മാനുവൽ, സീനിയർ ചേംബർ ഭാരവാഹികൾ, തിലാപ്പിയ സീസൺ 3ന്റെ പ്രായോജകരായ മാതാ ഫിനാൻസ്, പനയങ്കൽ സ്റ്റീൽസ്, ഡ്രീം റോക്ക് റിസോർട്ട് എന്നിവയുടെ മാനേജ്മെന്റ് പ്രതിനിധികൾ, മത്സരവേദിയായ ലേക്ക് വ്യൂ ഫാം സ്റ്റേ ഉടമ ജെയ്സൺ പ്ലാത്തോട്ടം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങും നടത്തി. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.